Hello everyone, welcome to the class. So in this prose and poetry class, we're going to discuss the essay of Francis Bacon. Francis Bacon is a famous writer and also an English philosopher and statesman who served as Attorney General as Lord Chancellor of England. His works are credited with developing the scientific method and remained influential through the scientific revolution. Okay, he born in 1561 and died in 1626 April. Okay, so Francis Bacon is a very famous essayist. So father of essay, you can call it as a father of essays. Who? Francis Bacon. Okay, so his essays are very famous, especially this one, the of studies. He wrote many of the essays like on studies, on literature, like many essays are there. So this is one of them, and this essay is all about how to study. How to study, what is the purpose of study, what are the advantages of studying, like many things are discussed in this essay. Okay, so let's look at the essay. Before that, I'll explain you in Malayalam. ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം എഴുതിയ ഒരു എസ്സേ ആണിത്. എസ്സേ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രബന്ധം. അപ്പൊ ഈ എസ്സേയിൽ നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പഠിക്കുന്നത് കൊണ്ടുള്ള യൂസ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ നഷ്ടങ്ങൾ ഇല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, അതുപോലെ പഠിക്കുന്നതിന്റെ നിയമങ്ങൾ, അതുപോലെ എങ്ങനെ പഠിക്കാം, അതുപോലെ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ഈ എസ്സേയിൽ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു സെക്ഷൻ വായിച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ടു ദ എസ്സേ. സ്റ്റഡീസ് ഫോർ ഡിലൈറ്റ്, studies are for delight, for ornament, and for ability. Their chief use for delight is privateness and retiring. For ornament is in discourse, and ability is in the judgment and disposition of business. Okay, now first paragraph. ഒന്നുകൂടെ വായിക്കാം. Studies serve delight, for ornament, and ability. സ്റ്റഡീസ്, ഈ പഠനം എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളും തരുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ് ആണ്, സ്റ്റഡീസിന്റെ യൂസ് ആണ് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായിക്കോളാം. എന്തൊക്കെയാണ് പഠിക്കുന്നതുകൊണ്ടുള്ള യൂസ് എന്നാണ് ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഡിലൈറ്റ്, ഓർണമെന്റ് ആൻഡ് എബിലിറ്റി. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെ, നമുക്ക് വായിക്കുന്ന വഴി സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മള് എന്താണ്, ഒരു റിലാക്സേഷന് വേണ്ടി ബുക്ക് വായിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്നു, ഇറ്റ്സ് മെയിൻ പർപ്പസ് ഇസ് ഡിലൈറ്റ് അല്ലെ. നമ്മൾ തമാശ പുസ്തകങ്ങൾ വായിക്കുന്നത് എന്തിനാണ്, നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സെക്കൻഡ് വൺ ഫോർ ഓർണമെന്റ്. ഓർണമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണം. ഓക്കെ, ആഭരണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വായിക്കില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വായിക്കുന്നു, ഡിലൈറ്റ്. സെക്കൻഡ് വൺ ഇസ് ഓർണമെന്റ്. അതായത് നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ആ പുസ്തകത്തെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നു, നിങ്ങൾ വായിച്ചൊരു പുസ്തകത്തെ, അതൊരു ഓർണമെന്റ് ആണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുകയാണ്. നമ്മൾ ആഭരണം ഇടുന്നത് എന്തിനാണ്, മറ്റുള്ളവരെ കാണിക്കാനാണ് അല്ലെ. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നമ്മൾ ഒരുപാട് ജ്വല്ലറി ഒക്കെ ഇടുന്നത് എന്തിനാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിലൈറ്റ്, സെക്കൻഡ് വൺ ഇസ് ഓർണമെന്റ്. ഓർണമെന്റ് ആയിട്ട് നമ്മൾ ആ വായനയെ ധരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫോർ എബിലിറ്റി. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി പറഞ്ഞ കഴിവ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി വായിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പുസ്തകം വായിക്കുന്നു വിചാരിക്കും, അതിന്റെ യൂസ് എന്താണ്, ടു ഗെറ്റ് മോട്ടിവേഷൻ ആൻഡ് ഡു സംതിങ് ബെറ്റർ അല്ലെ. അത് നമ്മുടെ എബിലിറ്റി കൂട്ടാനാണ്. അതുപോലെ നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചുള്ള ബുക്ക് വായിക്കുന്നു, ടു ഡെവലപ്പ് അവർ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ. നമ്മുടെ ആ ഒരു ചിന്തയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ എന്തിനെ കുറിച്ചും ഒരു എബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി വായിക്കുന്നതാണ് തേർഡ് കാറ്റഗറി. അപ്പൊ സ്റ്റഡീസ്
ഡിലൈറ്റ്, ഹാപ്പിനെസ്, ആൻഡ് ഓൾസോ ഓർണമെന്റ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ആൻഡ് ഫോർ എബിലിറ്റി. എബിലിറ്റി പറഞ്ഞാൽ എന്താണ്? നമ്മളെ കഴിവ് വർദ്ധിപ്പിക്കാൻ. ആദ്യത്തെ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? നമുക്കൊരു സന്തോഷം ഉണ്ടാവും, നമ്മളത് മറന്നു കളയുന്നു. ഓർണമെന്റ് പറഞ്ഞാൽ നമുക്ക് തീരെ യൂസ് ഇല്ല, നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വായിക്കുന്നത്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്തായി? നമ്മൾക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിംഗിൾ സെന്റൻസിൽ ഇത്രയും മീനിങ് ഉണ്ട്. ഓക്കെ, സ്റ്റഡീസ് ഗിവ്സ് us pleasure in our leisure hours. Secondly, studies help us to improve ability in speech. Thirdly, studies are useful to help to manage our affairs with the right judgment. അപ്പൊ നമുക്കിതൊന്നും കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ലൈനിൽ വായിക്കാം. ദ ചീഫ് യൂസ് ഓഫ് ഡിലൈറ്റ് ഇസ് പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ്. ഫോർ ഓർണമെന്റ് ഇസ് ഇൻ ഡിസ്കോഴ്സ്, ആൻഡ് ഫോർ എബിലിറ്റി ഇസ് ഇൻ ദി ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഡിലൈറ്റ്, ഓർണമെന്റ്, എബിലിറ്റി. ഇതാണ് സ്റ്റഡീന്റെ യൂസ് അല്ലെ. അപ്പൊ ഇത് ഓരോന്നിന്റെയും പ്രധാന യൂസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഡിലൈറ്റ് ഇൻ പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ്. നമ്മൾ സന്തോഷത്തിന് വേണ്ടി വെറുതെ വായിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോഴാണ് അല്ലെ, നമ്മുടെ പ്രൈവറ്റ് ടൈമിലാണ്. റിട്ടയറിംഗ് ആണ് ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു ജോലിയിൽ നിന്നും നിർത്തി നമ്മളൊരു റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന വിചാരിക്കും. ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് വായിക്കുന്നതാണ് ഈ ഡിലൈറ്റിന്റെ പ്രധാന യൂസ് എന്ന് പറയുന്നത്. ഇസ് ഇൻ ദി ഡിസ്കോഴ്സ്. ഫോർ എബിലിറ്റി, ഓർണമെന്റ് എന്ന് പറയുന്നത്, ഫോർ ഓർണമെന്റ് ഈസ് ഇൻ ഡിസ്കോഴ്സ്. സാഹചര്യത്തിനനുസരിച്ച് നമ്മളത് ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ് ഓർണമെന്റ്. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ ജ്വല്ലറി ധരിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ അറിവ്, നമ്മൾ വായിച്ചൊരു പുസ്തകത്തെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ ഓർണമെന്റ് ഈസ് ഇൻ ഡിസ്കോഴ്സ്. ആൻഡ് ഫോർ എബിലിറ്റി, അടുത്തത് കഴിവിന് വേണ്ടിയിട്ടാണ്. ഈസ് ഇൻ ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ്. നമ്മൾ ഒന്നിനെ കുറിച്ച് ജഡ്ജ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ആള് ഒരു സംഭവം ഉണ്ടാക്കി എന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു ഐറ്റം അവർ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കതിനെ ജഡ്ജ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് അത്രയും നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മളൊരു എസ്സേയോ എന്തെങ്കിലും ഒരു പോയം എഴുതിയെന്ന് വിചാരിക്കാം, നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളൊരു നല്ലൊരു ഷെഫാണെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ഫുഡിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റീഡിങ് വഴി അതൊരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് വായിക്കുന്നെങ്കിൽ ഈസ് ഇൻ ദി ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്ന പാരഗ്രാഫ് എല്ലാവരും ശ്രദ്ധിക്കാം. ഫോർ എക്സ്പേർട്ട് മാൻ the expert man can execute and perhaps judge of particulars one by one, but in general counsel the plots and marshalling of affairs come best from those that are learned. To spend too much time on studies is sloth. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് പറഞ്ഞ പാരഗ്രാഫ് നോക്കാം. എവിടെ നിന്ന് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സ്പേർട്ട് മാൻ ക്യാൻ എക്സിക്യൂട്ട് ആൻഡ് പെർഹാപ്സ് ജഡ്ജ് ഫോർ particulars one by one, but the general counsels and the plots and marshalling of affairs come best from those are learned. ഇവിടെ പറയുന്നത് എക്സ്പേർട്ട് മെൻ ക്യാൻ എക്സിക്യൂട്ട്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം നിയന്ത്രിക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ആൻഡ് പെർഹാപ്സ് ജഡ്ജ് ഓഫ് പെർട്ടിക്കുലേഴ്സ്, പക്ഷെ അവർക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ സംശയമാണ്. വിച്ച് മീൻസ് ദാറ്റ് ദ people with practical knowledge can perhaps manage some affairs and comment on particular events on circumstances. അതായത് നമുക്ക് പ്രാക്ടിക്കൽ നോളജ്, നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നു, ഓക്കെ ഫൈൻ, അതവിടെ തീർന്നു. അതേസമയം നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കേട്ട കാര്യമോ പഠിച്ച കാര്യമോ നമ്മൾ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലൊരു സാഹചര്യം പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാനും ഒപ്പം തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റുന്നതാണ് പറയുന്നത്. മനസ്സിലായല്ലോ? പ്രാക്ടിക്കൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കൽ നോളജ് perhaps manage some affairs and comment on particular events or circumstances, but general advices
projects, or plans, orderly management of matters can be done by the people with great knowledge of learning. അപ്പൊ ഈ പ്രാക്ടിക്കൽ നോളജ് കൊണ്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒപ്പം തന്നെ അതിനെക്കുറിച്ച് വളരെ അഗാധമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത സെന്റൻസ്, ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഇസ് സ്ലോത്ത്, ടു യൂസ് ദം ടു മച്ച് ഫോർ ഓർണമെന്റ് ഇസ് അഫെക്ഷൻ, ടു മേക്ക് ജഡ്ജ്മെന്റ് ഹോളി ബൈ ദ റൂൾസ് ഇസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. ഓക്കെ, അപ്പോൾ ഈ സ്ലോത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം മടി എന്നുള്ളതാണ്. സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ സ്റ്റഡി ഈസ് മേക്കിംഗ് യു സ്ലോത്ത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുകയാണ് അല്ലെങ്കിൽ വായിക്കുകയാണെന്ന് വിചാരിക്കുക. അത് മടിയുടെ ലക്ഷണമാണെന്നാണ് ഫ്രാൻസിസ് ബേക്കറിന്റെ അഭിപ്രായം. അതായത് ടു മച്ച് ടൈം ഓൺ സ്റ്റഡിങ് ഇഫ് യു ആർ സ്പെൻഡിങ് ഇറ്റ് ബിക്കംസ് യു സ്ലോത്ത്. അത് സ്ലോത്ത് ആക്കി മാറ്റും നിങ്ങളെ. അതായത് നിങ്ങളെ ലേസി ആക്കും. സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ ബുക്സ് ആൻഡ് തിയററ്റിക്കൽ നോളജ് മേ മേക്ക് പീപ്പിൾ ലേസി. അതായത് നിങ്ങൾ ഇരുന്ന് വായിക്കുകയാണെന്ന് വിചാരിക്കുക, കുറേ നേരം വായിക്കുന്നത് ഒരു മടിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ പറയാ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇവിടെ, നിങ്ങൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് അമ്മ വിളിക്കുന്നു, ഈ മോളെ ഈ ജോലി ചെയ്യില്ലെങ്കിൽ മോനെ ഈ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് വിളിക്കുന്നു വിചാരിക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? മടിയുടെ ലക്ഷണമാണ്. നിങ്ങൾ വായിക്കുകയാണെന്നുള്ളത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് എന്താണ്? മടിയാണ്. നിങ്ങൾക്ക് അവരുടെ കൂടെ പോയി ജോലി ചെയ്യാനുള്ള മടി കൊണ്ടാണ് നിങ്ങൾ വായിക്കുകയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, another disadvantage is that those who study too much may be tempted to display their learning and affection and should be avoided. അതായത് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ ഒരുപാട് നേരം പഠിക്കാൻ വേണ്ടി സമയം എടുക്കുന്നത് എന്താണ്? അത് മടിയുടെ ലക്ഷണമാണ് നമ്മൾ പറഞ്ഞു. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, അതിൻ്റെ ഒരു മോശം ഭാഗമാണ്. അതിൻ്റെ ഒരു ഡിഫറെന്റ് ഫേസ് ഓഫ് ആണ്, സ്റ്റഡിയുടെ വേറൊരു ഫേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത് പറഞ്ഞു. ഇനി അതിന്റെ നെഗറ്റീവ്സ് ആണ് പറയുന്നത്. ഒന്ന്, ഒരുപാട് നേരം പഠിക്കുന്നത് മടിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ടു യൂസ് ദം ഫോർ ഓർണമെന്റ് ഇസ് അഫെക്ഷൻ. അതായത് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ പഠിത്തം യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ അറിവ് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യു ആർ ഡിസ്പ്ലേയിങ് ദെയർ ലേണിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ആൻ അഫെക്ഷൻ ഷുഡ് ബി അവോയ്ഡഡ്. അതൊരു നല്ല കാര്യമല്ല. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പഠിക്കുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ എല്ലാവരും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഷേക്സ്പിയറിന്റെ ഡിഫറെന്റ് ഡ്രാമാസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അതിൽ ഒരാൾ പറയുന്നു, ഞാനത് വായിച്ചിട്ടുണ്ട്, അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതെന്താണ്? അതൊരു ഓർണമെന്റ് ആണ്. അത് അവരിങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുകയാണ്, ഞാൻ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ കുറച്ച് വായിച്ച കുറച്ച് അറിവുള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പഠിക്കുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ, and next one is the third disadvantage is judging things purely based on theoretical knowledge without considering its practicability. Making judgment wholly by their rules is humor of scholar. അതാണ് മൂന്നാമത്തെ കാര്യം. To make judgment wholly by their rules is the humor of a scholar. ഇപ്പോൾ വളരെയധികം അറിവുള്ള നല്ല വായിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ, ആ ആള് പറയാണ് ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് മാത്രമാണ് ശരി എന്ന് പറയുന്നത്. അതൊരു ഹ്യൂമർ ഓഫ് എ സ്കോളർ. ഒരു സ്കോളറിന്റെ ഒരു പൊട്ടത്തരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു നെഗറ്റീവാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഇല്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മളില്ല എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ ആ പുസ്തകത്തിലുള്ള അറിവ് വെച്ച് മാത്രം ഒരു വിഷയത്തെ സമീപിക്കുന്നു എന്ന് വെക്കുക. അത് ഒരു തരം ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും തിയററ്റിക്കലായിട്ട്, അതായത് എഴുതി വെച്ചത് മാത്രം പഠിച്ചത് കൊണ്ട് നമ്മളെല്ലാം തന്നെ ആവില്ല എന്നാണ് പറയുന്നത്. ഇതാണ്
മൂന്നാമത്തെ കാര്യം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, the perfect nature and are perfected by experience. For natural abilities like natural plants that need to be pruning by study, and studies themselves give forth direction too much at large, except they be bounded in by experience. Here the Bacon emphasized the relationship between study and experience. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക്, ഈ ഒരു സെന്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പഠിത്തവും എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിവും നമ്മുടെ അനുഭവവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അല്ലെ. അറിവും അനുഭവവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. He says that studies bring perfection in one original and natural abilities, but complete perfection through experience. നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അല്ലെ, പലതും പഠിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പോൾ ഈ എസ്സേ പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു നാലാമത്തെ ഒരു ഡയറക്ഷനാണ് നമുക്ക് ഈ എക്സ്പീരിയൻസ് തരുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ പറയുന്നു ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ എന്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ, പഠിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സൂര്യന്റെ പ്രകാശത്തില് ചെടികള് ഇലകളിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് അത് ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ല. നമ്മൾ പുസ്തകത്തിൽ പഠിച്ചു, നമ്മൾ അതേപടി കണ്ണടച്ച് വിഴുങ്ങി. ഓക്കെ, പക്ഷെ അതൊരു കംപ്ലീറ്റ് നോളജ് ആവുമോ? ഇല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആക്കുമോ നിങ്ങളുടെ അറിവിനെ? ഇല്ല. അത് നിങ്ങൾ ഒരു ചെടിയെ നോക്കി പല പരീക്ഷണങ്ങളിലൂടെ ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ പല ഓട്ടോബയോഗ്രഫീസ് ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഓരോ അനുഭവങ്ങൾ പറയുന്നുണ്ട് അവര്. അപ്പോ എന്താണ് എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതാണ് ഈ വരി കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പൊ സ്റ്റഡീസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങളിങ്ങനെ പുസ്തകം പുഴുവായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. നിങ്ങളിപ്പോ പറയാണ്, നിങ്ങൾ ഒരുപാട് പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചു. നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ മാത്സ്, ഫോർ എക്സാമ്പിൾ മാത്സ് പഠിക്കാന്ന് വിചാരിച്ചു. നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ചെയ്യാത്തത്രയും കാലം നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ഒരു സോൾവിങ് പേഴ്സൺ ആയി മാറില്ല. നിങ്ങളത് മനസ്സിലാക്കി അതിന്റെ അർത്ഥം എന്താണ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പലതും മനസ്സിലാവുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതാണ് ഈ ഇപ്പൊ പറഞ്ഞ സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ്. അടുത്തത്, crafty men contempt studies, simple men admire them, wise men use them, and for they teach for not their own use, but that is a wisdom without men, and above them won by observation. Okay, crafty men contempt studies, simple men admire them, wise men use them, for they teach not their own use, but that is a wisdom without them, and above them won by observation. ഇവിടെ പറയുന്നത് 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ്. ഒന്ന് ക്രാഫ്റ്റി മെൻ, വൈസ് മെൻ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സിമ്പിൾ മെൻ. 3 പേര്. ആരൊക്കെ? ക്രാഫ്റ്റി മെന്ന്, സിമ്പിൾ മെന്ന്, വൈസ് മെൻ. ഇങ്ങനെ 3 പേരുണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ആ പഠിത്തത്തോടുള്ള അവരുടെ താല്പര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. There are 3 types of people when it comes to study or reading. നമ്മൾ ഒരു പുസ്തകത്തിന്റെ അടുത്തെത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ 3 മനുഷ്യന്മാരുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുക. പഠിക്കുന്ന സമയത്ത് 3 പേരെ കാണാൻ പറ്റും. There are crafty and cunning people are misguide themselves thinking that their cunning is a substitute for book learning. Crafty men contempt studies. അതായത് തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്ത, വളരെ കണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തന്ത്രശാലികളായിട്ടുള്ള കുറുക്കന്മാരുടെ സ്വഭാവമുള്ള ആൾക്കാർ. ക്രാഫ്റ്റി മെൻ കണ്ടംപ്റ്റ് സ്റ്റഡീസ്. അവര് പഠിത്തത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് ഇതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല, അപ്പൊ ഇത് പഠിച്ചിട്ടാണോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രിഗ്നോമെട്രി ഒക്കെ നമ്മൾ a² + b² = a² + 2ab + b² എന്ന് നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്രാഫ്റ്റി മെന്നാണ് അത് കേൾക്കുന്നെങ്കിൽ ആ ആള് പറയും, ഇത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് പഠിച്ചിട്ടാണോ നമുക്ക്
ഭക്ഷണം കിട്ടുന്നതെന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ കണ്ടം എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കും. ക്രാഫ്റ്റി മെൻ ആയിട്ടുള്ള ആൾക്കാർ പഠിത്തത്തോട് ഒരു വെറുപ്പോട് കൂടി സമീപിക്കും. സിമ്പിൾ മെൻ അഡ്മയർ ദം. സിമ്പിൾ മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് സിമ്പിൾ മെൻ ദോ ദേ ആർ ഡോണ്ട് സ്റ്റഡി ബട്ട് ദേ വാല്യൂ സ്റ്റഡീസ് ആൻഡ് അപ്രിഷിയേറ്റ് ദോസ് ഹു ആർ ലേൺഡ്. സിമ്പിൾ മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണ ആൾക്കാർ. അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസമൊന്നും കിട്ടിക്കാണണമെന്നില്ല. നമ്മുടെ വീട്ടിലും കാണാം, നമ്മുടെ പേരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, സ്കൂളിൽ പോയതൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അവരെപ്പോഴും പഠിക്കുന്നവർക്ക് വളരെയധികം സപ്പോർട്ടും പഠിച്ചവരെ കാണുമ്പോൾ വളരെ ബഹുമാനമാണ് അല്ലേ. ഇപ്പൊ ടീച്ചേഴ്സിനെ കാണുമ്പോൾ അവർ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന കാണും. അവർ സ്കൂളിൽ പോയിട്ടില്ല, അപ്പൊ അവരതിനെ അഡ്മയർ ചെയ്യുന്നു, ആരാധിക്കുന്നു. സിമ്പിൾ മാൻ അഡ്മയർ ദം. അപ്പോൾ തീരെ പഠിക്കാത്ത ഒരാളോ അങ്ങനെയുള്ള ഒരാള് എന്ത് ചെയ്യും, എപ്പോഴും ഇതിനെ ആരാധിക്കും. എന്തോ വലിയ സംഭവമാണെന്ന് കരുതി അതിനെ വളരെയധികം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ക്രാഫ്റ്റി മെന്നെ പോലെ ആയിരിക്കില്ല. ക്രാഫ്റ്റി മെൻ എന്താണ്, അതിനോട് എപ്പോഴും ഒരു വെറുപ്പിന്റെ മനോഭാവം മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. സിമ്പിൾ മെൻ ആവുമ്പോൾ അതിനെ അഡ്മയർ ചെയ്യും, വളരെ സ്നേഹത്തോടെ സമീപിക്കും. മാത്രമല്ല, മൂന്നാമത്തെ കാറ്റഗറി ദ വൈസ് മെൻ യൂസ് ദം. വൈസ് മെൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറിയാണ്. ദ യൂസ് സ്റ്റഡീസ് ഓർ അപ്ലൈ ദം ഇൻ ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പൊ ഈ വൈസ് മെൻ എന്ന് പറയുന്നത് ബുദ്ധിശാലി എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വിഭാഗത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, എല്ലാവരും ഒരേ രീതിയിൽ അത് ഉൾക്കൊള്ളണം എന്നില്ല, അതേപോലെ ജീവിതത്തിൽ കൊണ്ടുപോകണം എന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ച് നിങ്ങളൊരു പ്രൊഫസർ ആവുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യാണ്, നിങ്ങളുടെ ലൈഫ് മൊത്തം അത് നിങ്ങൾ യൂസ് ചെയ്യാണ് നിങ്ങളുടെ സ്റ്റഡീസിനെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ലൈഫിന്റെ ഭാഗത്തിൽ എങ്ങനെയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആളെ നമുക്ക് വൈസ് മെൻ എന്ന് പറയാം. സ്റ്റഡീസ് ഡു നോട്ട് ടീച്ച് ദെയർ ഓൺ യൂസ് ബട്ട് ദ വിസ്ഡം ഓഫ് എ പേഴ്സൺ ദാറ്റ് ടീച്ചസ് ഹിം ദ യൂസേജ് ഹി അക്വയർസ് ഇറ്റ് ത്രൂ ഒബ്സർവേഷൻ. ഫോർ ദേ ടീച്ച് നോട്ട് ദെയർ ഓൺ യൂസ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആരും ഒരു വിദ്യാഭ്യാസം, ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത്, ഒരു അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇതായിട്ട് ടീച്ച് ചെയ്യുന്നതല്ല, ദെയർ ഓൺ യൂസ് അല്ല. സ്റ്റഡീസ് ഒരിക്കലും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാറില്ല. ഇപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒന്നും പഠിപ്പിക്കാറില്ല അല്ലേ. നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വിസ്ഡം ഓഫ് എ പേഴ്സൺ ദാറ്റ് ടീച്ചേഴ്സ് ഹിം ദെയർ യൂസേജ്. അത് ഒരു പഠിപ്പിക്കുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ്. ദാറ്റ് ഇസ് ദ വിസ്ഡം വിത്തൗട്ട് ദം. അതൊരു സ്വാതന്ത്ര്യമാണ്. ആൻഡ് എബോവ് ഓൾ വോൺ ബൈ ഒബ്സർവേഷൻ. അപ്പോൾ നമ്മളെ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മൾക്ക് പഠിക്കണോ വേണ്ടതെന്ന് നമ്മുടെ ഇഷ്ടമാണ്. അതാണ് ഇവിടെ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പഠിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ വിസ്ഡമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ജയിക്കുന്നത് എങ്ങനെയാണ്? വോൺ ബൈ ഒബ്സർവേഷൻ. നിങ്ങൾ ഇത് കണ്ടും മനസ്സിലാക്കിയും പഠിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ശരിയാവുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോവാം. റീഡ് നോട്ട് ടു കോൺട്രഡിക്റ്റ് ആൻഡ് കൺഫ്യൂട്ട്, നോർ ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്, നോർ ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്, ബട്ട് ടു വെയ് ആൻഡ് കൺസിഡർ. അപ്പൊ ഈ സെന്റൻസിൽ പറയുന്നത് വെച്ചാൽ റീഡ് നോട്ട് ടു കോൺട്രഡിക്റ്റ് ഓർ കൺഫ്യൂട്ട്. കോൺട്രഡിക്ഷൻ നമ്മുടെ മൈൻഡിൽ, ഓ ഇത് ശരിയാണോ, ഞാൻ വായിച്ചത് തെറ്റാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വായിക്കരുത് എന്നാണ് പറയുന്നത്. ബേക്കൺ ഹിയർ സ്പീക്സ് അബൌട്ട് സം റൂൾസ് ഓഫ് സ്റ്റഡി. ഇവിടെ കുറച്ച് റൂൾസ് ആണ്, നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വായിക്കരുത് എന്നുള്ള കാര്യമാണ്. നമ്മൾ വായിക്കുമ്പോൾ അറിയാത്തൊരു കാര്യം വായിക്കുമ്പോഴോ ഒരു പുതിയ കാര്യം വായിക്കുമ്പോഴോ ഓഫ് കോഴ്സ് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടായി നമ്മൾ മൊത്തം തെറ്റി പഠിക്കുന്നതിനേക്കാളും നല്ലത് വായിക്കാണ്ടോ പഠിക്കാണ്ടോ ഇരിക്കുന്നതാണ്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വായിക്കരുത്. വി ഷുഡ് നോട്ട് റീഡ് ജസ്റ്റ് ടു കോൺട്രഡിക്ട് ദ പീപ്പിൾ ഹൂം വി ഡിസഗ്രി. മാത്രമല്ല, കോൺട്രഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പുസ്തകത്തെ കുറിച്ച് വായിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം പറയുകയാണെന്ന് വിചാരിച്ചോ.
നിങ്ങളും ആ പുസ്തകം കുറച്ച് വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവരോട് അടികൂടാൻ വേണ്ടി നിങ്ങൾ ആ പുസ്തകത്തിന്റെ വായനേനെ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? തർക്കിക്കാൻ വേണ്ടി ഒരു പുസ്തകത്തിന്റെ അറിവ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വായിക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് വി ഷുഡ് നോട്ട് റീഡ് ടു ബിലീവ് ദാറ്റ് വാട്ട് എവർ ഈസ് സീൻ പ്രിന്റഡ് ഇസ് ട്രൂ ആൻഡ് ജെനുവിൻ. അപ്പോൾ നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻഡഡ്. അതായത് പുസ്തകത്തിൽ എഴുതിയതൊക്കെ സത്യമാണ്, എല്ലാം പച്ചപരമാർത്ഥമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആ പുസ്തകത്തെ വായിക്കാൻ പാടില്ല. പുസ്തകങ്ങളിൽ തെറ്റുണ്ടാവും, അപ്പൊ ഈ എസ്സേയിലും തെറ്റുണ്ടാവും. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി വേണം വായിക്കാൻ. ഒരു പുസ്തകങ്ങളിൽ എഴുതിയതൊക്കെ എല്ലാം സത്യമാണെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സയൻസ് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആദ്യം പറഞ്ഞ ആറ്റം ആണ് ഉണ്ടായത്, ആറ്റത്തിന് പിന്നെ അത് പീസാക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിലും ഓരോ മാറ്റങ്ങൾ എല്ലാ ഫീൽഡിലും വന്നുകൊണ്ടുണ്ട്. അപ്പൊ എല്ലാം തന്നെ സത്യമാണെന്ന് കരുതി നിങ്ങൾ പുസ്തകം വായിക്കരുത്. എപ്പോഴും ഒരു സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് വേണം നമ്മൾ പുസ്തകത്തെ വായിക്കാൻ. വി ഷുഡ് നോട്ട് റീഡ് ടു ബിലീവ് വാട്ട് എവർ ഇസ് പ്രിന്റഡ് ഈസ് ട്രൂ ഓർ ജെനുവിൻ. അതായത് ആ പുസ്തകത്തിലുള്ള ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ട്രൂ ആണെന്ന് വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ഓൾസോ ടു ബി എൻഗേജ്ഡ് പോയിന്റ്ലെസ് ഡിസ്കഷൻ ആൻഡ് ആർഗ്യുമെന്റേഷൻ ബട്ട് വേ ആൻഡ് കൺസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർ ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ് ബട്ട് ടു വേ ആൻഡ് കൺസിഡർ. അതാണ് അടുത്ത ആ വരിയുടെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. എന്താ അത് പറയുന്നത്? ഇറ്റ് ഷുഡ് നോട്ട് ഓൾസോ ടു ബി എൻഗേജ് ഇൻ പോയിന്റ്ലെസ് ഡിസ്കഷൻ ഓർ ആർഗ്യുമെന്റേഷൻ. അതായത് കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ഈ നമ്മുടെ അറിവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വായിക്കാൻ പാടില്ല. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകത്തെ ഉപയോഗിക്കരുത്. നമ്മളൊരു പുസ്തകത്തെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ ആർഗ്യുമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ. ഒന്നെന്താണ് കോൺട്രഡിക്ഷൻ, മറ്റുള്ളവരോട് അടികൂടാൻ വേണ്ടി നമ്മൾ പുസ്തകം വായിക്കരുത്. അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കരുത്. അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ആ പുസ്തകം വായിക്കാതിരിക്കുക. മാത്രമല്ല ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ സത്യമാവണമെന്ന് വിചാരിച്ച് ആ പുസ്തകത്തെ വായിക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് നോർ ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്. ആ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നതും ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാവുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. but to weigh and consider. Studying should enable to weigh facts and analyze them rationally. weigh and consider എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അതിൽ എന്താണ് നല്ലത്, എന്താണ് മോശം, എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഒരു പുസ്തകം വായിക്കുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട യൂസസ് ആണ് പറയുന്നത്. ഓക്കെ, റൂൾസ് ആണ്. നമ്മൾ വായിക്കുമ്പോൾ അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കി വേണം വായിക്കാൻ. അത് റൂളാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്. നിങ്ങൾ എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ലൈനാണ്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, others to be swallowed, and some few to be chewed and digest. That is, some books are to be some books are to be read only in parts, others to be read but not curiously, and some few to be read wholly and with diligence and attention. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. some books are to be tasted. ചില പുസ്തകങ്ങൾ നമ്മൾ തൊട്ട് നക്കിയാൽ മതിയാവും. മനസ്സിലായോ? അതായത് ടേസ്റ്റ് ചെയ്താൽ മതിയാവും. അതായത് നമ്മളിപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് കുറച്ച് അതിന്റെ ഐഡിയ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതി അല്ലേ, നമുക്ക് ആ കഥ മൊത്തം മനസ്സിലാവും. അതുപോലെ സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ the Bacon here talks about 3 kinds of reading according to the significance of book. All books need to be read in the same manner. പല ടൈപ്പ് ബുക്കുകളുണ്ട് അല്ലെ ലോകത്ത്. പലതരത്തിലുള്ള ബുക്കുകളുണ്ട്, ചെറുതും വലുതും സയന്റിഫിക് ആയിട്ടും പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പൊ പുസ്തകങ്ങൾ എങ്ങനെയൊക്കെ വായിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് പുസ്തകത്തെ നമ്മൾ സമീപിക്കേണ്ടത്, ആ പുസ്തകത്തിന്റെ റെലവൻസ് സിഗ്നിഫിക്കൻസ് അനുസരിച്ച്, ആ ബുക്കിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ വായിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ബുക്സ് ആർ ടു ബി റീഡ് ഇൻ പാർട്സ്. അതാണ് ആർ ടു ബി ടേസ്റ്റഡ്. നമ്മളിങ്ങനെ
രുചിച്ചു നോക്കിയാൽ മതിയാവും ചില പുസ്തകങ്ങൾ. അതായത് അതിന്റെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? അതേഴ്സ് ടു ബി സ്വാലോഡ്. ചിലത് നമ്മൾ വിഴുങ്ങേണ്ടി വരും. സം ബുക്ക് ആർ ടു ബി റീഡ് ഇൻ പാർട്സ്, അതർ ബുക്സ് ആർ ഷുഡ് ബി റീഡ് എൻറ്റയർലി ബട്ട് നോട്ട് വെരി ക്ലോസ്ലി. അതാണ് സ്വാലോഡ്. നമ്മൾ വിഴുങ്ങണം. അതായത് ഒപ്പം കുറച്ച് ടേസ്റ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ അത് വിഴുങ്ങണം. മൊത്തമായിട്ട് നമ്മൾ ആ പുസ്തകം വായിക്കേണ്ടി വരും അല്ലെ? ചില പുസ്തകങ്ങൾ നമ്മൾ മൊത്തം വായിക്കേണ്ടി വരും, പക്ഷെ നമുക്ക് അതിന് ആവശ്യമുള്ളത് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരിക്കും. അതായത് നമ്മൾ മൊത്തം ഇങ്ങനെ ഓടിച്ച് വായിക്കാന്ന് പറയില്ലേ, അതാണ് സ്വാലോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ടേസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം. ഇപ്പൊ ഡിക്ഷണറി ഒക്കെ നമുക്ക് ജസ്റ്റ് ആ വാക്ക് മാത്രം നോക്കിയാൽ മതി, എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായി? ടേസ്റ്റഡ്. ഓക്കെ. സ്വാലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നോവല് വായിക്കുന്നു വിചാരിക്കാം, അത് നിങ്ങൾ മൊത്തം വായിക്കണം, എന്നാലേ കഥ മനസ്സിലാവുള്ളൂ. പക്ഷെ എല്ലാ ഭാഗത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല നിങ്ങൾ വായിക്കുക. ഇറ്റ്സ് സ്വാലോഡ് അല്ലെ? സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റ്. അപ്പൊ ചില പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ചവച്ചരച്ച് അത് ദഹിക്കണം അല്ലേ? ചില പുസ്തകങ്ങൾ നമ്മൾ അങ്ങനെ വായിച്ചരച്ചരച്ച് ദഹിച്ചാൽ മാത്രമേ നമുക്കത് അതിനോടുള്ള യൂസ് ഉള്ളൂ. അതായത് വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്ത് ഓരോ ഡീറ്റെയിൽസും നോക്കി നമ്മൾ പഠിക്കണം. ഇപ്പൊ ഈ ഒരു എസ്സേ നമ്മൾ ഓരോ വരിയും വായിക്കണം അല്ലെ? എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇത് വായിച്ചാൽ പോരാ, അത് മനസ്സിലാക്കണം. കാരണം എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ മൊത്തം വായിക്കണം, ഒപ്പം തന്നെ അത് എന്താണ് മനസ്സിരുത്തി വായിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സ്വാലോഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. That is, some books are to be read only in parts, others to be read but not curiously, and few to be read wholly with diligence and attention. Okay. ഇനി അടുത്ത പാരഗ്രാഫ്. Reading makes a full man, conference a ready man, and writing an exact man. And therefore, if man write little, he had need have a great memory. If he confer little, he had need have a present wit. And if he read little, he had need much cunning to seem to know the what he doth not. Okay. Reading makes a man well informed. നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് കൂടുതൽ അറിവുള്ള ആളായിട്ട് മാറുന്നു. ഓക്കെ. റീഡിങ് മേക്ക് എ ഫുൾ മാൻ. ഫുൾ മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പൂർണ്ണമായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു വായന വഴി. വായിക്കുന്ന വഴി ഇപ്പൊ നമ്മൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു വിഷയത്തിലും നമ്മൾ എന്താവും? അറിവുള്ള ആളായി തീരും. അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ വായിക്കുമ്പോൾ എന്തായി മാറുന്നു? നമ്മളൊരു ഫുൾ മനുഷ്യനായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. കോൺവെർസേഷൻ ഓർ ഡിസ്കഷൻ മേക്സ് ദ ക്വിക്ക് വിറ്റഡ് മാൻ. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നിങ്ങൾ സംസാരിക്കുന്നു, ഡിസ്കഷൻ നടത്തുന്നു, ഓരോ കാര്യത്തിലും നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്താവും? ആ വിഷയത്തിൽ ഒരു റെഡി മെൻ ആവും. റെഡി മെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറ്റും. റീഡിങ് എപ്പോഴും നിങ്ങൾക്ക് അറിവ് തരുമെങ്കിലും പക്ഷെ നിങ്ങളെ എല്ലാത്തിനും ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. നിങ്ങളുടെ കോൺവെർസേഷൻ അതുപോലെ നമ്മുടെ ആക്ഷൻസ് മാത്രമേ നമ്മളെ റെഡി മെൻ ആക്കുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. എഴുത്ത് എന്ത് ചെയ്യും? ഒരാളെ ഒരു എക്സാക്ട് മാൻ ആക്കും. ഇറ്റ് ഈസ് റൈറ്റിംഗ് ദാറ്റ് ഫിക്സസ് ദ മൈൻഡ് വാട്ട് വി റെഡ്. അപ്പൊ നമ്മൾ ഒരുപാട് വായിച്ചു, അതെല്ലാം ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. പക്ഷെ നമ്മൾ അത് എഴുതുമ്പോൾ എന്താവും? നമ്മൾ കൂടുതൽ അറിവുള്ള ആളായിട്ട് മാറും. അപ്പോൾ റീഡിങ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കും. സംസാരം, കോൺവെർസേഷൻ എന്താവും? ഒരാളെ ആക്റ്റീവ് പേഴ്സൺ ആക്കും. റൈറ്റിംഗ് എന്താക്കും? ഒരാളെ യഥാർത്ഥ മനുഷ്യനാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ വായിക്കുകയും എഴുതും കൂടി ചെയ്യുമ്പോൾ എന്താവും? അതൊരു കുറച്ചും കൂടി നോളജ് കൂടും. ഓക്കെ. And if some doesn't do this, he or should be have some other inborn talents to compensate for them. And therefore, okay, അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇഫ് എ മാൻ റൈറ്റ് വെരി ലിറ്റിൽ. ഇപ്പൊ ഒരാൾ വളരെ കുറച്ചാണ് എഴുതുന്നതെന്ന് വിചാരിക്കാം, എഴുതുന്നേ ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ കഴിവില്ല എന്നല്ല, അവർക്കത് ഓർത്തു വെക്കാൻ നല്ല മെമ്മറി പവർ ഉണ്ട് എന്നാണ്. ഇഫ് എ മാൻ റൈറ്റ് ലിറ്റിൽ, ഹി ഹാഡ് നീഡ് ഹാവ് ഗ്രേറ്റ് മെമ്മറി. അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവർ എഴുതാതിരിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ?
ചിലവർ ഏത് നേരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പടപടയെ പറയുന്നുണ്ടാവും, പക്ഷെ നോട്ടൊന്നും കംപ്ലീറ്റ് ആയിരിക്കില്ല. കാരണം അവർക്ക് നല്ലൊരു മെമ്മറി പവർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇഫ് someone doesn't do that, he or she should have the great memory power. And if a man writes little, he must have great memory. If he doesn't converse enough, he should have present wit. And reads very little, he have much cunning. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്, ഒരാൾ എഴുതുന്നില്ലെങ്കിൽ അയാൾക്ക് നല്ല എന്താ ഉണ്ടാവും, ഓർമ്മശക്തി ഉണ്ടാവും. ഇപ്പൊ ഒരാൾ വളരെ കുറച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, ഇപ്പൊ കോൺവെർസേഷൻ വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവുന്നതായിരിക്കും. ഹി നീഡ് ഹാവ് എ പ്രസന്റ് വിറ്റ്. വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്നുള്ള അർത്ഥമാണ്. ഹി ഹാവ് എ പ്രസന്റ് വിറ്റ്. ഇഫ് ഹി റീഡ് ലിറ്റിൽ, ഒരാള് എഴുതുന്നു, ഒരുപാട് എഴുതുന്ന ആളാണെങ്കിൽ, അല്ല തീരെ എഴുതാത്ത ആളാണെങ്കിൽ ആ ആൾക്ക് നല്ല മെമ്മറി പവർ. ഒരാൾ തീരെ സംസാരിക്കുന്നില്ല അയാൾക്ക് നല്ല ബുദ്ധിശക്തി. അതുപോലെ തീരെ വായിക്കുന്നില്ലെങ്കിൽ ആ ആള് വളരെ തന്ത്രശാലിയായിരിക്കും, കുറുക്കനായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എല്ലാത്തിലും ഒരു കണ്ണിങ് ആയിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. കണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂർമത മീൻസ് ഭയങ്കര തന്ത്രശാലി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതാണ് കണ്ണിങ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്, ഹിസ്റ്ററീസ് മേക്സ് എ വൈസ് മാൻ, history make men wise, poets witty, and mathematics subtle, and nature philosophy deep, moral grave, logic and rhetoric content. Every subject have its own value for the reader. The study of these various subjects help us to cure from different infirmities of mind. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ട് ഓരോ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പൊ മാത്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ലോജിക്കൽ പവർ കിട്ടുന്നു. അതുപോലെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ചരിത്രബോധന്മാരാകുന്നു. ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പോയറ്റിക് ആവുന്നു, അല്ലെ? ഇങ്ങനെ ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്, ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി നമുക്ക് ഈ സബ്ജക്ട്സുകൾ യൂസ് ചെയ്യാം എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഹിസ്റ്ററി ഫോസ്റ്റേഴ്സ് വിസ്ഡം. ഹിസ്റ്ററി നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ കുറെ അറിവും തരുന്നു. ഹിസ്റ്ററി മേക്സ് മെൻ വൈസ്. പോയറ്റ്സ് വിറ്റി. പോയട്രി മേക്സ് ഇമാജിനേറ്റീവ്. നിങ്ങൾ പോയട്രി പഠിക്കുന്ന വഴി നിങ്ങൾ വളരെ ഇമാജിനേറ്റീവ് ആയിട്ട് മാറും, വളരെയധികം ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിട്ട് മാറും. പോയറ്റ്സ് വിറ്റി. ആൻഡ് മാത്തമാറ്റിക്സ് സബ്റ്റിൽ. മാത്തമാറ്റിക്സ് സബ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്റ്റിൽ എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാത്സ് പഠിക്കുന്ന വഴി നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ ഫിലോസഫി ഓർ സയൻസ് ഗിവ്സ് അസ് ഡെപ്ത്. നിങ്ങൾ നാച്ചുറൽ ഫിലോസഫിയോ ഇല്ലെങ്കിൽ ഫിലോസഫി പഠിക്കുന്ന വഴി നിങ്ങളുടെ ജീവിതത്തിലെ മോറൽ വാല്യൂസ് കൂടും എന്നാണ് പറയുന്നത്. മോറൽ വാല്യൂസ് കൂടും, അതുപോലെ ലോജിക്കൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ചിന്താശക്തി കൂട്ടും ഫിലോസഫി. അതുപോലെ ലോജിക് ആൻഡ് റെട്ടോറിക് ഇൻക്രീസസ് ദ പവർ ഓഫ് ആർഗ്യുമെന്റ്. അപ്പൊ നിങ്ങൾ ലോജിക്കൽ അതുപോലെ റെട്ടോറിക് സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ആർഗ്യുമെന്റ്സിന് പവർ കൂട്ടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്, അബ്യുഡന്റ് സ്റ്റഡിയ ഇൻ മോഡ്സ്, സ്റ്റഡീസ് പാസിംഗ് ടു ഇൻഫ്ലുവൻസ് മാനേഴ്സ്, nay there is no stone of implement in the wit may be wrought out by fit studies, like as diseases of the body may have appropriate exercise. Bowling is good for stone and the reins, shooting for the lungs and breast, gentle walking for the stomach, riding for head and like. അപ്പോ ഇവിടെ പറയുന്നത് അബ്യുഡന്റ് സ്റ്റഡിയ ഇൻ മോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്യുഡന്റ് സ്റ്റഡിയ എന്ന് പറയുന്നത് ഒരു നോൺ ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്റ്റഡീസ് എഫക്ട് ക്യാരക്ടർ എന്നാണ്. അബ്യുഡന്റ് സ്റ്റഡിയ എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് എഫക്ട് ക്യാരക്ടർ. അതായത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ പല കാര്യത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ വേണ്ടി നിങ്ങളുടെ പഠിപ്പിനെ കൊണ്ട് പറ്റുന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, they can cure defects of mind as physical exercises can cure physical alignments. അതായത് നമ്മൾ ബോഡിക്ക് എക്സസൈസ് കൊടുക്കുന്ന പോലെ മെന്റൽ ആയിട്ട് എക്സസൈസ് കൊടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇവിടെ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ബോഡിക്ക് പലതരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടല്ലേ,
പല അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. അപ്പോൾ ബൗളിംഗ് എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്റ്റോൺ അതുപോലെ റെയിൻസിന് നല്ലതാണ്. അതുപോലെ ഷൂട്ടിംഗ് പഠിക്കുന്നത്, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷൂട്ടിംഗ് എന്നുള്ള ഗെയിം അറിയില്ലേ, അത് നിങ്ങളുടെ ലങ്സിനും ബ്രസ്റ്റിനും നല്ലതാണ്. അതുപോലെ വാക്കിംഗ് ഫോർ സ്റ്റൊമക്ക്, നിങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ വയറിന് നല്ലതാണ്. അതുപോലെ റൈഡിങ് ഫോർ ഹെഡ്, നിങ്ങൾ സൈക്ലോടിക്കോ അങ്ങനെയുള്ള റൈഡിങ് ഗെയിംസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിന് ഹെഡിന് നല്ലതാണെന്നാണ് പറയുന്നത്. ആൻഡ് ലൈക്ക് ഇങ്ങനെ അത് തുടർന്നുകൊണ്ട് പോകും. ലാസ്റ്റ് നോട്ട് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ പോവാണ്. ലാസ്റ്റ് സെന്റൻസ്. So if a man's wit be wandering, let him study the mathematics. For in demonstrations, if his wit be called away, never so little, he must begin again if his wit be not apt to distinguish or find differences. Let him study the schoolmen, for they are simony sectors. If he be not apt to beat over matters and call upon one thing to prove and illustrate another. Let him study the lawyer's cases, so every defect of mind may be have a special receipt. So the study of mathematics helps one to rid distractions. Philosophy helps to deep thinking. Study of law helps one gather his points and put up them across convincingly. And thus, if every deficiency of mind can be addressed by appropriate reading. അപ്പോൾ നിങ്ങൾ പലതും വായിക്കുന്ന വഴി പലത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ പലർക്കും പല മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഓരോ സബ്ജക്റ്റുകൾ ഇവിടെ ബേക്കൺ പറയാണ്. ഇഫ് മാൻ ഇസ് വിറ്റ് ബി വാണ്ടറിങ്, ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ്. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്തെയാണ്, വാണ്ടറിങ് ചെയ്യാണ്, ഇങ്ങനെ ഒന്നിനോടും ഒരു സ്ഥിരതയില്ലാണ്ട് പോവുകയാണെങ്കിൽ ആ ആളോട് പറയൂ മാത്സ് പഠിക്കാൻ. ഫോർ ഡെമോൺസ്ട്രേഷൻസ് ഹിസ് വിറ്റ് കോൾഡ് ബൈ അവേ ഫ്രം സോ ലിറ്റിൽ ഹി മസ്റ്റ് ബിഗിൻ എഗെയിൻ. അപ്പൊ അതൊക്കെ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കാൻ പറയാ. അപ്പൊ അത് വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇഫ് ഹിസ് വിറ്റ് നോട്ട് ആപ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ഫൈൻഡ് ഓർ ഡിഫറൻസസ്, ലെറ്റ് ഹിം സ്റ്റഡി സ്കൂൾ മെൻ. അപ്പോ അവർക്ക് മാറ്റത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് സ്കൂൾ മെന്നെ പോലെ പഠിക്കാൻ പറയും. ഫോർ ദ സിമിലി സെക്ടേഴ്സ്, if he be not apt to beat over matters and call them upon one thing to prove illustrate another. അങ്ങനെ ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി ചെയ്യിക്കാം. അപ്പോൾ തീരെ ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ ഇങ്ങനെ വാണ്ടറിങ് ആവുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ഒന്നിനോടും, ഇപ്പോൾ ഒരു ലോ പഠിക്കുന്ന വഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിർത്താൻ വേണ്ടി പറ്റും. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിർത്തേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാവും. അങ്ങനെ മൈൻഡിന്റെ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ ഡിഫക്റ്റിനുള്ള ഒരു സ്പെഷ്യൽ റെസിപ്റ്റ് ആണ് എന്ത്, ഈ പറയുന്ന റീഡിങ് ഓർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ടോട്ടൽ നിങ്ങൾക്ക് ഈ എസ്സേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.